എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മുഷീറ. വെരിക്കോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടക്കം മുതലേ മെഡിക്കലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. വെരിക്കോസ് എന്ന് പറയുമ്പോൾ ഇന്ന് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നൊരു അസുഖമാണ്. ലേഡീസിലാണ് കൂടുതൽ കാണുന്നതെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ജെൻസിലും കാണുന്നുണ്ട്. ഇപ്പോൾ ഒബിസിറ്റി, അത് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിലും കൂടുതലായി ജോലി ചെയ്യുന്നവരിൽ കൂടുതലായി വെരിക്കോസിൻ്റെ അസുഖം കാണുന്നുണ്ട്. അപ്പോൾ പല കേസിലും പല രീതിയിലാണ് പ്രസൻറ്റേഷൻ. നമ്മളടുത്ത് വന്നൊരു പേഷ്യൻറ്റ് കുറച്ച് മുന്നേ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് കാലിൽ നല്ല വേദനയാണ്, അതുപോലെ കാലിൻ്റെ മസിലിൻ്റെ അവിടെ എന്തോ ഒരു മുഴ പോലെ പൊങ്ങി വരുമെന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് വെരിക്കോസ് വെയിൻ തന്നെയാണ്. നമ്മൾ ബ്ലഡ് ട്രീറ്റ്മെൻറ്റും മെഡിസിൻസൊക്കെ കൊടുത്ത് ആൾ ഓക്കെ ആയി. അതേപോലെ തന്നെ വേറൊരു കേസിൽ വന്നത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ബ്ലീഡ് ചെയ്യുന്ന കാരണം പള്ളിയിൽ പോകാനൊരു ടെൻഷനാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു പേഷ്യൻ്റ് വന്നത്. പെയിനും ഉണ്ട്, അതുപോലെ കാലിൽ അതും നമ്മളിതുപോലെ മെഡിസിനോടൊപ്പം തന്നെ ബ്ലഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പേഷ്യൻ്റ് ഓക്കെ ആയി. ഇപ്പോൾ നമ്മളെടുത്ത് വന്നൊരു പേഷ്യൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. ആളിതുപോലെ ഒരു 2 year ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. ഇടയ്ക്ക് പെയിനുള്ള സമയത്ത് വരും, കുറച്ച് മെഡിസിൻ എടുക്കും, ബ്ലഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും, ആൾ ഓക്കെയാണ്. അപ്പോൾ ആളുടെ ഒരു ഫീഡ്ബാക്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. നമ്മൾ കാലിന് വെരിക്കോസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് രക്തം ഒഴിവാക്കലുണ്ട്. ഡോക്ടർ മുബഷിറിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു മാറ്റം തന്നെയുണ്ട് കാലിന്. ഫസ്റ്റൊക്കെ നരമ്പിനും ഭാഗമൊക്കെ വലിയ പ്രയാസമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് തുടർച്ചയായിട്ട് ഒരു കൊല്ലത്തിൽ 2-3 പ്രാവശ്യം നമ്മൾ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ കാലിനൊക്കെ നല്ല വേദനയുണ്ട്. വെരിക്കോസിൻ്റെ നരമ്പിൻ്റെ വേദനകളൊക്കെ കുറേ സുഖമുണ്ട്.